Dear students, a very good morning. Welcome to my class. My name is Ashwati and I have dealt the subject cost accounting. ഓക്കെ, എൻ്റെ പേര് അശ്വതി. നിങ്ങൾക്കറിയാം, നമ്മൾ 2 മീറ്റ് ക്ലാസ്സുകളിലൂടെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ നിങ്ങൾക്ക് ഡീൽ ചെയ്യുന്ന സബ്ജക്റ്റ് കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ 3rd മൊഡ്യൂളും അതുപോലെ തന്നെ 5th മൊഡ്യൂളിലെ കുറച്ച് പോർഷൻസുമാണ് ഞാൻ നിങ്ങൾക്ക് എടുക്കുന്ന ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 3rd മൊഡ്യൂൾ വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ലേബർ ആൻഡ് ഓവർ ഹെഡ്സ് എന്ന് പറയുന്നൊരു മൊഡ്യൂളാണത്. അപ്പോൾ അതിൻ്റെ ശരിക്കും കണ്ടിന്യൂവേഷനായിട്ട് വരേണ്ടത് ആദ്യം നിങ്ങൾക്ക് മെറ്റീരിയൽസും കഴിഞ്ഞിട്ടായിരിക്കണം ലേബർ വരേണ്ടത്. ബട്ട് നമ്മളിങ്ങനെ ഒരു ഇതിലാവുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ്, അതുപോലെ തന്നെ എന്താണ് മെറ്റീരിയൽസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം. എന്നിട്ട് നമുക്ക് ലേബറിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽസ് എന്നുള്ള ഏരിയയൊക്കെ നിങ്ങൾക്ക് സിനിജ മിസ് കവറപ്പ് ചെയ്ത് തരും. ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ ഇക്കണോമിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസ്, ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസുകളെ, ഇക്കണോമിക്കലായിട്ടുള്ള ട്രാൻസാക്ഷനുകളെ റെക്കോർഡ് ചെയ്യുന്നതിനാണ് നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ആ അക്കൗണ്ടിങ്ങിനെ നമ്മൾ എന്ത് ചെയ്തു, പിന്നെ ഡിഫറൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ് എന്നിങ്ങനെ. അപ്പോൾ അതിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എന്തായിരുന്നു, നമ്മൾ ഫിനാൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫംഗ്ഷനുകൾ മാത്രമാണ്, ക്യാഷ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളവിടെ എന്ത് ചെയ്തിരുന്നത്, റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നത്. ആൻഡ് അതിൻ്റെ അണ്ടറിൽ തന്നെയായിരുന്നു അന്ന് ആദ്യ കാലങ്ങളിലൊക്കെ കോസ്റ്റിങ്ങും പ്രൊഡക്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കോസ്റ്റുകളും കാര്യങ്ങളൊക്കെ വന്നിരുന്നത്. ബട്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, ഒരു ഇന്നോവേറ്റീവ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, കോസ്റ്റ് അക്കൗണ്ടിങ്ങുകളും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടൊക്കെ ഡിഫറെൻറ്റ് ഫീൽഡുകളായിട്ട് ക്ലാസിഫൈ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ പഠിക്കുന്നത് പ്രൊഡക്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള, അതായത് ഇൻഡസ്ട്രി പ്രൊഡക്ഷൻ കമ്പനികൾ ഉണ്ടായിരിക്കും, പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുക, പ്രൊഡക്റ്റുകളെ മാനുഫാക്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനീസിൻ്റെ ഫങ്ഷൻസുകൾ, അവരുടെ ക്യാഷ് റിലേറ്റ് ചെയ്തിട്ടുള്ള, പ്രൊഡക്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള മോണിറ്ററി ആക്ടിവിറ്റീസുകളെ ചെയ്യുന്നതിനും അതിനെ അനലൈസ് ചെയ്യുന്നതും റെക്കോർഡ് ചെയ്യുന്നതിനൊക്കെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ളൊരു ഫീൽഡ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസിപ്ലിൻ നമുക്ക് ഉടലെടുത്തിട്ടുള്ളത്. ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ കേസിൽ എന്തായിരുന്നു, മാനേജറിയൽ ആക്ടിവിറ്റീസിനെ മോണിറ്റർ ചെയ്യാനും അതുപോലെ മാനേജറിയൽ ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് എത്രത്തോളം അക്കൗണ്ടിങ്ങിന് യൂസ്ഫുൾ ആക്കാം എന്നുള്ളതായിരുന്നു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസ് ഉണ്ടായിരുന്നത്. സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. We are going to directly to the topic. Cost accounting is a process of recording, analyzing and reporting of a company's cost, both variable and fixed, related to the production of a product. അപ്പോൾ ആ ഒരു ടേമിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കോസ്റ്റുകളെ റെക്കോർഡ് ചെയ്യുക, അത് അനലൈസ് ചെയ്യുക, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ള ഫംഗ്ഷൻ. കോസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ, ഇപ്പോൾ ഒരു പെൻ മാനുഫാക്ചർ ചെയ്യുന്നൊരു കമ്പനിയാണെങ്കിൽ അവർക്ക് ഒരു പെന്ന് മാനുഫാക്ചർ ചെയ്യാൻ എത്ര രൂപ വരുന്നു, അത് തന്നെ അവർ ബൾക്കായിട്ട് മാനുഫാക്ചർ ചെയ്യുമ്പോൾ എത്ര രൂപ വരുന്നു, അതിന് എത്ര മെറ്റീരിയൽസ് അവർ വാങ്ങണം, ആ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ്, അതുപോലെ തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലേബേഴ്സിൻ്റെ കോസ്റ്റ്, മറ്റ് എക്സ്പെൻസുകൾ എല്ലാം ചേർത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ളൊരു ഡിസിപ്ലിനിലോട്ട് ഡാറ്റകളെ റെക്കോർഡ് ചെയ്യുകയും അത് അനലൈസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അതിൽ വാരിയബിൾ കോസ്റ്റുകൾ ഉണ്ടാവും, ഫിക്സഡ് കോസ്റ്റുകൾ ഉണ്ടായിരിക്കും. അതെന്താ ഈ വാരിയബിളും ഫിക്സഡ് 2 കോസ്റ്റുകൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പറയാൻ കാരണം, അതായത് നമ്മളിപ്പോൾ പറഞ്ഞൊരു എക്സാമ്പിൾ തന്നെ പെൻ മാനുഫാക്ചർ ചെയ്യുന്നൊരു ഓർഗനൈസേഷൻ, അവിടെ മാനുഫാക്ചർ ചെയ്യുന്നതിൽ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് എന്ന് പറയുമ്പോൾ മേ ബി വാരിയബിൾ ആവാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഓരോ പ്രാവശ്യം വാങ്ങുമ്പോഴും മേ ബി മെറ്റീരിയൽസിൻ്റെ ഡിമാൻഡോ അതുപോലെ തന്നെ അതിൻ്റെ സപ്ലൈ ഒക്കെ അനുസരിച്ച് അതിൻ്റെ കോസ്റ്റുകൾ ഡിഫറൻസ് ആയിട്ടുണ്ടായിരിക്കും. ആൻഡ് അതുപോലെ തന്നെ ഫിക്സഡ് കോസ്റ്റുകളായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയുടെ ഉള്ളിലാണ് നമ്മളത് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഇൻഡസ്ട്രിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു ബിൽഡിങ് നമ്മൾ എന്ത് ചെയ്തു പർച്ചേസ് ചെയ്തിട്ട് അവിടെയാണ് പ്രൊഡക്ഷൻ നടത്തുന്നതെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ റെക്ടിഫൈ ചെയ്തു പോകും, നമുക്കത് ഫിക്സഡ് കോസ്റ്റാണ്. കാരണം എല്ലാ മാസവും ഇപ്പോൾ റെൻറ്റ് എന്ന് പറയുന്നത് എല്ലാ മാസവും എന്തായിരിക്കും, ഒരേപോലെ ആയിരിക്കും റെൻറ്റ് ഉണ്ടായിരിക്കുക. 1000 രൂപയാണ് നമ്മൾ ഒരു ദിവസം റെൻറ്റ് കൊടുക്കുന്നത് ഒരു ബിൽഡിങ്ങിനെങ്കിൽ അത് നെക്സ്റ്റ് ഡേയും 1000 തന്നെയായിരിക്കും. അപ്പോൾ അത് ഫിക്സഡ് കോസ്റ്റുകളാണ്. കുറച്ച് കാലം കഴിഞ്ഞാൽ നമുക്ക് ആ കോസ്റ്റുകൾ എന്ത് ചെയ്യാൻ പറ്റും, റെക്ടിഫൈ ചെയ്യാനും സാധിക്കും. അത്തരത്തിലുള്ളതാണ് ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ ഇത്തരത്തിൽ ഫിക്സഡ് കോസ്റ്റുകളും വാരിയബിൾ കോസ്റ്റുകളും എല്ലാം ചേർന്നിട്ടുള്ള കമ്പനിയുടെ കോസ്റ്റുകൾ, പ്രൊഡക്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ചിലവുകളെ റെക്കോർഡ് ചെയ്യുന്നതും അനലൈസ് ചെയ്യുന്നതും റിപ്പോർട്ട് ചെയ്യുന്നതും നമ്മളെവിടെയാണ്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിലാണ്. ദെൻ ദിസ് ഈസ് സോ ദാറ്റ് എ കമ്പനീസ് മാനേജ്മെൻറ്റ് ക്യാൻ മേക്ക് ബെറ്റർ ഫിനാൻഷ്യൽ ഡിസിഷൻസ്, ഇൻട്രൊഡ്യൂസ് എഫിഷ്യൻസീസ് ആൻഡ് ബജറ്റ് അക്യുറേറ്റ്ലി. അപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു കമ്പനിയുടെ നമ്മൾ കോസ്റ്റുകൾ, പ്രൊഡക്ഷൻ കോസ്റ്റുകൾ
റെക്കോർഡ് ചെയ്യുന്നതിലൂടെ, അത് അനലൈസ് ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ അതിന് കറക്റ്റായിട്ട് റിപ്പോർട്ട് കൊടുക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പനിയുടെ ഫിനാൻഷ്യൽ ഡിസിഷനുകളെ കറക്റ്റായിട്ട് എടുക്കാനും അതുപോലെ തന്നെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള കമ്പനിയുടെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനും നെക്സ്റ്റ് ഇയറിലേക്ക് ഒരു പ്ലാനുകളും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടത്തുക. അതാണല്ലോ ബജറ്റ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ മുന്നേ കൂട്ടി അഡ്വാൻസ്ലി പ്രിപ്പയർ ചെയ്ത് വയ്ക്കാനും സാധിക്കുമെന്നുള്ളതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രത്യേകത. ഓക്കെ, ദെൻ വാട്ട് ആർ ദ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കോസ്റ്റുകൾ എന്ന് പറഞ്ഞു. എന്തൊക്കെയായിരിക്കും ഈ കോസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത്? ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു ഫാക്ടറിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉണ്ടാകുന്ന കോസ്റ്റുകൾ എന്ന് പറയുന്നത് മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും, ലേബർ ഉണ്ടായിരിക്കും, എക്സ്പെൻസുകൾ ഉണ്ടായിരിക്കും, ഓവർ ഹെഡുകൾ ഉണ്ടായിരിക്കും. ഇതിൽ എക്സ്പെൻസും ഓവർ ഹെഡും സിമിലർ തന്നെയാണ്, പക്ഷേ അവിടെ ഡിഫറൻസ് ഉണ്ട്. ബിക്കോസ് ഈ ആദ്യത്തെ 3 നിങ്ങൾക്ക് ഓൾറെഡി ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. മേ ബി പ്രൈം കോസ്റ്റ് എന്ന് പറയും, അതായത് ആ ഒരു പ്രാഥമിക ചിലവ് എന്ന് പറയാം. മെറ്റീരിയൽസ്, ലേബർ, എക്സ്പെൻസുകൾ എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊഡക്ഷനോട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നതായിരിക്കും. അതായത് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസിനെയാണ് നമ്മൾ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പേഴ്സണലിനെയാണ് പറയുന്നത്. എക്സ്പെൻസുകൾ എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെൻസുകളാണ്. ഓക്കെ, ഇപ്പോൾ മെറ്റീരിയൽ വാങ്ങാൻ വേണ്ടി വരുന്ന കോസ്റ്റുകൾ, അല്ലെങ്കിൽ സ്റ്റേഷനറി അങ്ങനെ എന്തെങ്കിലും റിലേറ്റ് ചെയ്തിട്ടുള്ള കോസ്റ്റുകൾ ഉണ്ടായിരിക്കും. അതാണ് എക്സ്പെൻസുകളായിട്ട്, ഡയറക്റ്റ് എക്സ്പെൻസുകളായിട്ട് പറയുന്നത്. ഓവർ ഹെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. അതെങ്ങനെയായിരിക്കും ഓർഗനൈസേഷൻ എഫക്റ്റ് ചെയ്യുന്നത്? ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ്, ഓവർ ഹെഡുകൾ എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിലെ പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്, ബട്ട് നോട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് അല്ലാത്ത തരത്തിലുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓവർ ഹെഡുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഡയറക്റ്റ്ലി റിലേറ്റ് ചെയ്ത് കിടക്കുന്നതും അല്ലാത്തതുമായിട്ടുള്ള കോസ്റ്റുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അതിൻ്റെ എലമെൻസുകളിൽ മെയിനായിട്ട് വരുന്നതാണ് ഇതെല്ലാം: മെറ്റീരിയൽസ്, ലേബർ, എക്സ്പെൻസുകൾ and overheads that are indirect expenses related to production. It's known as overheads. Okay, അപ്പോൾ ഇത്രയാണ് എലമെൻറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഓരോ എലമെൻറ്റുകളെയും നമുക്കൊന്ന് എന്താണെന്നൊന്ന് പരിചയപ്പെടാം. ഓക്കെ, ദി ഫസ്റ്റ് എലമെൻറ്റ് ഈസ് മെറ്റീരിയൽ. The material cost is the cost of commodities supplied to an undertaking. സിമ്പിളായിട്ട് നമ്മൾ ഒരൊറ്റ ടേമിലാണ് അതിനെ ഡിസ്കസ് ചെയ്തത്. ദാറ്റ് മീൻസ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഓർഗനൈസേഷന് പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റോ ഐറ്റംസിനെയാണ് നമ്മൾ മെറ്റീരിയൽസ് എന്ന് പറയുക. റോ മെറ്റീരിയൽസ് എന്ന് നമ്മൾ സിമ്പിളായിട്ട് പറയാറില്ലേ, അത് തന്നെയാണ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ റോ മെറ്റീരിയൽസ് എങ്ങനെയാണ് പ്രൊഡക്ഷന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് അതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്? റോ മെറ്റീരിയൽസ് ആണ്. ആൻഡ് ഈ റോ മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്കൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനികളോ മറ്റോ നമുക്ക് സപ്ലൈ ചെയ്യുന്നു. നമ്മുടെ ഓർഗനൈസേഷൻ എന്ത് ചെയ്യും? ഈ മെറ്റീരിയൽസുകളെ വെച്ചിട്ട് പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ ദ ടേം മെറ്റീരിയൽ നോർമലി റെഫേഴ്സ് to the raw materials used in the manufacturing process, but it includes all items which are consumed in a manufacturing operation or which form part of the finished product. It is the basic thing needed to start the manufacturing operation. Materials include, there are the different examples of materials are raw materials, spare parts, components, consumable stores, repairs and maintenance materials and packing materials. അപ്പോൾ ഒരുപാട് നമുക്ക് എന്ത് പറയാം, നമ്മുടെ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള റോ ഐറ്റംസിനെയാണ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ സ്പെയർ പാർട്ട്, മെയിൻ്റനൻസ് മെറ്റീരിയൽ, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിനിഷ്ഡ് ഗുഡ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള റോ ഐറ്റംസ് ഓർ അതർവൈസ് നമ്മളതിനെ എന്ത് പറയും, ഇൻപുട്ടുകളെ നമുക്ക് എന്ത് പറയാം, മെറ്റീരിയൽസ് എന്ന് നമ്മൾ സിമ്പിളായിട്ട് വിളിക്കുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലേബറാണ്. സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് കോസ്റ്റ് ഓഫ് the element of cost is labor. Labor is the remuneration paid for physical or mental effort expended in production and distribution. പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഏരിയാസിൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നടത്തുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഓർഗനൈസേഷന് നീഡഡ് ആയിട്ടുള്ള ഫിസിക്കൽ ഓർ മെൻ്റൽ എഫേർട്ടുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലേബർ എന്ന എലമെൻറ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ദ റിട്ടേൺ ഗീവ് ടു ദ ലേബർ ഓർ ദ റെമ്യൂണറേഷൻ പെയ്ഡ് ബൈ ദ ലേബർ ഈസ് നോൺ ആസ് വേജസ്. ദാറ്റ്സ് നോൺ ആസ് ലേബർ കോസ്റ്റ്. ലേബർ കോസ്റ്റായിട്ട് നമ്മൾ അറിയപ്പെടുന്നത് അവർക്ക് കൊടുക്കുന്ന വേജുകളാണ്. അപ്പോൾ നമുക്കിവിടെ പഠിക്കാനുള്ളത് ലേബറും ഓവർ ഹെഡുകളുമാണ്. സോ സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ലേബറാണ്. ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മാൻ പവറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലേബർ എന്ന കോസ്റ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ദെൻ ദ തേർഡ് വൺ ഈസ് എക്സ്പെൻസസ്.
എക്സ്പെൻസസ് ആർ ഡിറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ബോത്ത്. അതായത് എക്സ്പെൻസുകൾ ഡയറക്റ്റും ഉണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസുകളും ഉണ്ട്. അപ്പോൾ ഈ എക്സ്പെൻസുകളിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡയറക്റ്റ് എക്സ്പെൻസുകൾ ഏതൊക്കെയാണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്, എക്സ്പെൻസ് എന്നുള്ള ഏരിയയിൽ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസുകളെ എക്സ്പെൻസസ് ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതായത് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡയറക്റ്റ്ലി റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെൻസുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇതിൽ വരുന്നത്, എക്സ്പെൻസ് എന്നുള്ള ടേമിൽ വരുന്നത്. ദ കോസ്റ്റ് ഓഫ് സർവീസ് പ്രൊവൈഡഡ് ടു എൻ അണ്ടർടേക്കിംഗ് ആൻഡ് ദ നോഷണൽ കോസ്റ്റ് ഓഫ് ദീസ് ഓഫ് ഓൺഡ് അസെറ്റ്. നമുക്കൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളൊരു മെഷീനറി ഉണ്ട്. ആ മെഷീനറിക്ക് വരുന്ന കോസ്റ്റുകൾ എന്ന് പറയുന്നത് എന്താണ്, ഡയറക്ട്ലി റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ആണ്. സോ ദാറ്റ് ടൈപ്പ് ഓഫ് എക്സ്പെൻസസ് ഈസ് നോൺ ആസ് ഡിറക്റ്റ് എക്സ്പെൻസസ്. ആൻഡ് ഓവർ ഹെഡ് എന്ന് പറയുന്നത് മറ്റൊരു എലമെൻറ്റുകളാണ്. ഇവിടെ എക്സ്പെൻസ് എന്ന ടേം ചെയ്യുന്നത് ഡിറക്റ്റ് എക്സ്പെൻസുകളെയാണ്. ദെൻ ഓവർ ഹെഡ്, ദ അഗ്രിഗേറ്റ് ഓഫ് ഓൾ ദ ഇൻഡയറക്റ്റ് കോസ്റ്റ്, ദാറ്റ് ഈസ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഈസ് വാരിയസ്ലി ടേംഡ് ആസ് ഓൺ കോസ്റ്റ് ഓർ ഓവർ ഹെഡ് ഓർ ബേർഡൻ. ഓവർ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ മൂന്നെണ്ണം, പ്രൈം കോസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന മൂന്നെണ്ണം എന്തായിരുന്നു, ഡയറക്റ്റ്ലി പ്രൊഡക്ഷനോട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നതാണ്. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്. ഇനി അതല്ലാതെ ഇൻഡയറക്റ്റ് മെറ്റീരിയലുകൾ, ഇൻഡയറക്റ്റ് ലേബർ, അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളുണ്ട്. ഇത്തരത്തിലുള്ള മൂന്നെണ്ണത്തിനും ചേർത്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓവർ ഹെഡ് എന്നുള്ളൊരു ടേമിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹെഡിൻ്റെ അണ്ടറിൽ കൊണ്ടുവരുന്നത്. സോ ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം, കൺസ്യൂമബിൾ സ്റ്റോറുകൾ, റിപ്പയർ ചെയ്യേണ്ട എന്തെങ്കിലും മെറ്റീരിയൽസൊക്കെ റിപ്പയർ ചെയ്യേണ്ടി വരികയാണ്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഓയിലുകളോ അങ്ങനെ എന്തെങ്കിലും ലൂബ്രിക്കൻ്റ് ഓയിലുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതായത് ഡയറക്റ്റ്ലി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട മെറ്റീരിയൽ അല്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു മെഷീനറിക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുന്നു, അപ്പോൾ അവിടെ വരുന്ന എക്സ്പെൻസ് മേ ബി ഡയറക്റ്റ് ആയിരിക്കാം, പക്ഷേ അത് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ്, ഇൻഡയറക്റ്റ് ആണ്. ഓക്കെ, അത്തരത്തിലുള്ളതാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ദെൻ ഇൻഡയറക്റ്റ് ലേബർ ഉണ്ട്. ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡക്ഷൻ യൂണിറ്റിലുള്ള ലേബേഴ്സ് അല്ലാത്ത മറ്റു വ്യക്തികളുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ടൈം കീപ്പർ, അതുപോലെ തന്നെ ക്ലീനിങ് സ്റ്റാഫ്, സൂപ്പർവൈസർ, അങ്ങനെയുള്ള ആളുകളൊക്കെ എന്താണ്, ഇൻഡയറക്റ്റ് ലേബേഴ്സാണ്. അവരവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ വന്നിരിക്കുകയായിരിക്കില്ല. അപ്പോൾ സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്തല്ല, പ്രൊഡക്ഷൻ നടത്തുന്ന മാൻ പവർ അല്ല, പകരം ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളെ സൂപ്പർവൈസ് ചെയ്യുക അല്ലെങ്കിൽ ഗൈഡ് ചെയ്യുന്നവരാണ്. സോ അത്തരത്തിലുള്ളത് ഇൻഡയറക്റ്റ് ലേബറാണ്. ദെൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ എന്തൊക്കെയായിരിക്കും, റെൻറ്റ്, ലൈറ്റിങ്, ഇൻഷുറൻസ്, അതുപോലെ ടെലിഫോൺ ചാർജുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊഡക്ഷനുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റ് ചെയ്തതല്ലല്ലോ. പ്രൊഡക്ഷൻ നടന്നാലും ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ബിൽഡിങ്ങിന് ലൈറ്റിങ്ങും കാര്യങ്ങളും കൊടുക്കും, ലൈറ്റിൻ്റെ അതായത് കറണ്ട് ബില്ലുകൾ കൊടുക്കേണ്ടി വരും, റെൻറ്റുകൾ കൊടുക്കേണ്ടി വരും, ദെൻ ഇൻഷുറൻസ് കൊടുക്കേണ്ടി വരും. ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. അപ്പോൾ ഈ മൂന്നെണ്ണം കൂടി ചേർന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓവർ ഹെഡ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസുകളെ നമ്മൾ പ്രൈം കോസ്റ്റിലും, അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെ നമ്മൾ ഓവർ ഹെഡ് എന്നുള്ള ഹെഡിൻ്റെ അണ്ടറിലുമാണ് എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്. സോ ഓവർ ഹെഡിന് നമ്മൾ മറ്റ് പേരുകളിൽ അറിയപ്പെടുന്നതാണ് ഓൺ കോസ്റ്റ്, അതുപോലെ ബേർഡൻ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഓവർ ഹെഡ്സ് ഓർ ഓൺ കോസ്റ്റ് ഓർ ഇൻഡയറക്റ്റ് കോസ്റ്റ് കനോട്ട് ബി identified with specific products or job, so it is a portion to the output on some reasonable basis. അപ്പോൾ ഇത്തരത്തിൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണ്, പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ കൂടെ ഡയറക്റ്റ്ലി കിട്ടാത്ത എക്സ്പെൻസുകളാണ് ഇതെന്ന് പറയുന്നത്, ഓവർ ഹെഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഓവർ ഹെഡുകളെ നമ്മൾ എന്ത് ചെയ്യും, ടോട്ടൽ ഔട്ട്പുട്ടിൽ നിന്നും ഓവർ ഹെഡ്സ് എന്ന് പറഞ്ഞ് നമ്മൾ മറ്റൊരു ഹെഡിലാണ് എന്ത് ചെയ്യുന്നത്, അപ്പോഷൻ ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഔട്ട്പുട്ടിൽ നിന്ന് നമുക്ക് ഓരോ യൂണിറ്റുകളിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, അപ്പോഷൻ ചെയ്ത് കൊടുക്കുകയാണ് ഓവർ ഹെഡുകളെ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്രയാണ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോസ്റ്റിൻ്റെ എലമെൻറ്റുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ കിടക്കുന്നത് നമ്മുടെ മെയിൻ ഏരിയ ആയിട്ടുള്ള ലേബറിലേക്കാണ്. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ലേബറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് ആകെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് വാട്ട് ആർ ദ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് വി ജസ്റ്റ് ഡിസ്കസ് ഓർ എക്സ്പ്ലെയിൻ ദ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. സോ കോസ്റ്റ് അക്കൗണ്ടിങ് is a process of recording, analyzing and reporting all of a company's cost, both variable and invariable costs related to the production of a product. So the company's management can make better financial decision, introduce efficiencies and budget accurately. And there are different elements related to cost account. There are materials, which is the raw items for
or the raw items which is used to convert finished goods. And the next one is labor. Labor is the manpower needed to produce a product. Then the expenses are the directly related expenses, or the expenses, or the any cost of services which can be directly related to the production of goods or services. And the overheads are the indirect expenses which are not directly related to the production of products. These are the different elements of cost. Also, we are going to wind up our class, and thank you.